ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ജാസ്മിൻ നിരാഹാര സമരത്തിലാണ് കുറെ നേരമായിട്ട്. പവർ കോർട്ട് റൂം രാത്രി വെക്കാത്തതിന്റെ ദേഷ്യത്തിലാണ്, പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് ജാസ്മിന്റെ ടണൽ ടീം ചെയ്യേണ്ട ഒരു ബാത്റൂം ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട്. രാത്രിയാണ് അവിടെ ബാത്റൂം ക്ലീനിങ് ചെയ്യാറുള്ളത് പൊതുവെ. ശ്രീതുവും ശ്രീരേഖയും അൻസിബയും ഒക്കെ പട്ടി പണിയെടുക്കുന്നുണ്ട് രാത്രി. അത് കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. ജാസ്മിൻ മാത്രമേ പണിയെടുക്കാത്തതായിട്ടുള്ളൂ. പവർ ടീമിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സിബിൻ ഇത് ചോദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ തിന്നും കുടിച്ചും ഒക്കെ ഇരിക്കിവിടെ, ഒരു പണിയും എടുക്കാതെ ഞങ്ങളുടെ അവതാരത്തിൽ നീ ഇരിക്കുക എന്ന് പറയുന്നു ദേഷ്യപ്പെട്ടിട്ട്. ആ പറഞ്ഞതിൽ ഒരു മയക്കുറവുമില്ല, ഒരു മര്യാദകേടുമില്ല. കാരണം അങ്ങനെ തന്നെ പറയണം, അതാണ് പറയേണ്ടത്. അവിടെയുള്ള ആരും ജാസ്മിന്റെ മാമനോ മാമിയോ മച്ചാന്റെ മോനോ മാമന്റെ മക്കളോ ഒന്നും അല്ല. പണിയെടുത്താൽ അവിടെ ജീവിച്ചു പോവാം, അല്ലെങ്കിൽ അവതാരത്തിന്റെ കഥയൊക്കെ കേൾക്കേണ്ടി വരും. എൻഡമോൾ ഷൈൻ പോലൊരു വലിയ കോർപ്പറേറ്റ് MNCക്ക് ഒരു ഹൗസ് ഹോൾഡ് ക്ലീനിങ് ടീമിനെ വെക്കാൻ ബഡ്ജറ്റ് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. അതവര് ചെയ്യാത്തത് ഓരോരുത്തരും അവരവരുടെ റെസിഡൻസ് ക്ലീൻ ആക്കി സൂക്ഷിക്കുമെന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ടാണ്. എല്ലാരും കൃത്യമായി അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യും എന്ന വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാപ്പിയിൽ തുപ്പാനും ഛർദ്ദിക്കാനും പോലും മടിയില്ലാത്ത 2-3 ദിവസം കഴിഞ്ഞാൽ പോലും കുളിക്കാത്ത ജാസ്മിൻ ബാത്റൂം വൃത്തിയാക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള അതിശോക്തിയില്ല. ഗബ്രി ഇതില് ഇടപെടുന്നുണ്ട്. ഈ ഒരു സിബിൻ ജാസ്മിൻ ജിൻഡോ തർക്കത്തില്ല. ഗബ്രി പിന്നെ ജാസ്മിനെ കെട്ടിയോനായോണ്ട് അവൻ പണിയെടുക്കും ജാസ്മിന് വേണ്ടി എന്ന് ഞാൻ ഓർത്തു. പക്ഷെ കൊണയടിക്കാനല്ലാതെ ഗബ്രിയെ കൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. 10 പേര് ഗ്രൂപ്പ് കൂടിയാൽ 2 പേര് ഔട്ടാകും എന്നാണ് നിന്റെയൊക്കെ വിചാരം. നീയൊക്കെ ഒന്ന് കാണിച്ചു തന്നെ, നീയൊക്കെ ഒന്ന് ഞങ്ങളെ പിടിച്ച് ഔട്ടാക്കുക എന്ന് ഗബ്രി പറയുന്നു. സിബിൻ പറയുന്നു, നിനക്ക് എന്തുവാടാ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാവിടാ എന്ന് പറയുന്നു. നീ ഇവിടെ കിടന്ന് കരയും, നീ ഇവിടെ മുട്ടയെ കിടന്ന് എരഴിയും എന്നൊക്കെ പറയുന്നു. കറക്റ്റാണ്. ഗബ്രി ഇപ്പൊ കാണിക്കുന്നത് മൊത്തം ഗെയിം കയ്യിൽ നിന്ന് പോയതിന്റെ കൊണയാണ്. ജാസ്മിൻ കാണിക്കുന്നത് പിന്നെ സെന്റി ട്രാക്ക് ആണെന്നെങ്കിലും വെക്കാം. അതുകൊണ്ടാണ് ബാത്റൂം വൃത്തിയാക്കാൻ പോവാത്തത്. പക്ഷെ ഇവൻ ഈ വേട്ടാവളിയൻ രാത്രി എന്തിനാണ് സിബിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ ആരാണ് ഇവന്റെ? ജാസ്മിനെ പറഞ്ഞാൽ എന്താ ഇവനെന്താ മൂക്കി കയറ്റുമോ വേറുള്ളവരെ? സിബിനെ കാണിച്ചു കൊടുക്കുമെന്ന് പണിയെടുക്കാതെ നാടകം ഇറക്കുന്ന ഷോനക്കികളെയൊക്കെ നക്കി നിൽക്കാനായിട്ട് ഷോനക്കി ഗബ്രി. അയ്യോ ഷോനക്കി ഗബ്രി. എന്തായാലും രാത്രി ഫുള്ള് കച്ചറമയമാണ് ലൈവില്. ജാസ്മിൻ പണിയെടുക്കാതിരിക്കുന്നതാണ് പ്രശ്നം. അതിനകത്തേക്ക് ഷോനക്കി ഗബ്രി കെട്ടിയോൻ വന്നു എന്ന് മാത്രം. ഇങ്ങനെ പോയാൽ ഗബ്രി മുക്കുക മാത്രമല്ല, അവിടെ ഇരുന്നും കിടന്നും ഒക്കെ മോങ്ങി പൊളിക്കും. അതിലേക്കാണ് കളികൾ നീങ്ങുന്നത്. സിബിന്റെയും ജാനുവിന്റെയും ഒക്കെ മുന്നിൽ വെറും ശിശു മാത്രമാണ് ആസ് ഓഫ് നൗ ഗബ്രി. ഈ സമയത്ത് ജാനു ഒക്കെ ഒന്ന് അലറി പൊട്ടിച്ചാല് ഗബ്രിയുടെ ഊപ്പാടിളകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഗബ്രി. അത്രയ്ക്ക് വീക്കാണ്. ഒരു ട്രാക്കും ഇല്ല, ഒന്നുമില്ല ഗബ്രിക്ക്. എപ്പം പുറത്താവുന്ന മാത്രം നോക്കിയാൽ മതി. ജാസ്മിന്റെ സെന്റി ട്രാക്കില് കയറിക്കൂടാനുള്ള ശ്രമമാണ് ഇപ്പൊ. സിബിൻ മണിച്ചിത്രത്താഴിട്ട് പൂട്ടും ഗബ്രീനെ ഒരു ദിവസം, അത് ഉറപ്പാണ്. ആ പൂട്ടഴിക്കാൻ ജാസ്മിനെ കൊണ്ടുപോലും സാധിച്ചു എന്ന് വരില്ല. അതാണ് എനിക്ക് തോന്നുന്നത് ഗബ്രിയുടെ കാര്യത്തില്. എന്തായാലും ഇതായിരുന്നു രാത്രികാലത്തെ ഈ ഒരു വഴക്ക്. ഫുൾ വഴക്കായിരുന്നു, ബഹളമായിരുന്നു. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.